നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പടവലങ്ങയും പരിപ്പും കൊണ്ട് നാളികേരമരച്ച് എങ്ങനെ കറി വയ്ക്കാമെന്നാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമ്മൾ ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ 2ാം ദിവസമാണിന്ന്. അപ്പോൾ എല്ലാവരും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ വിഭവം നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബുദ്ധദേവ് കൃഷ്ണ നടവരമ്പ് തൃശ്ശൂർ. സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബുദ്ധദേവ് കൃഷ്ണ നടവരമ്പ് തൃശ്ശൂർ. സമ്മാനം ടീഷർട്ടാണ്. നമുക്ക് വിഭവത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പടവലങ്ങയും പരിപ്പും കൊണ്ട് നാളികേരമരച്ച് എങ്ങനെ കറി വയ്ക്കുന്നതെന്നാണ് നമ്മൾ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, തുമരപ്പരിപ്പാണ്. പിന്നെ നമുക്ക് നാളികേരം 1 മുറി ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, ജീരകം, അതുപോലെ തന്നെ കടുക്, കൊല്ലമുളക്, ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, കരിവേപ്പില. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരു കുക്കറെടുത്ത് അതിലേക്ക് പരിപ്പ് നമ്മൾ കഴുകി ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെടുത്ത് അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിക്കാം പരിപ്പ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. നമുക്കിത് നന്നായിട്ട് വേവിക്കാം. വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ തേങ്ങ നമ്മൾ ഒന്ന് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ അരച്ച് എടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പടവലങ്ങ നമുക്കിടാം. എന്തായാലും നമ്മൾ ഏകദേശം 2 പടവലങ്ങയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നത്. അത് നമുക്കിടാം. ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ. ഈ പടവലങ്ങ ഒന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് ഇതിലേക്ക് നാളികേരം അരച്ച് വെച്ചത് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടത്. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടുകൊക്കെ വറുത്തിടാം. നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിടാം, ലേശം മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിലേക്ക് കരിവേപ്പില, നമുക്കൊരു തണ്ട് കരിവേപ്പില ഇടാം. അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കരിവേപ്പില ഇടാണ്. എന്നിട്ടൊന്ന് ഇളക്കാം. നമുക്ക് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് നമുക്കിത് കടുക് വറുത്തിടാം. ഇതിനകത്ത് വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടുക് ഇടാം. നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. നമ്മുടെ ഈ പടവലങ്ങയും പരിപ്പും കൂടിയുള്ള കറി നല്ലൊരു സൂപ്പർ കറിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കൊല്ലമുളകും കരിവേപ്പിലൊക്കെ അതിലേക്കിടാം. നമുക്ക് എന്തായാലും കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കൊല്ലമുളക്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കരിവേപ്പില ഇതൊക്കെ ഇടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കൊല്ലമുളക് എടുത്തിടാം. കരിവേപ്പില നമുക്കിടാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കറിയിലേക്ക് എടുത്തൊഴിക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് എടുത്തൊഴിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. നമുക്ക് നല്ല മണമൊക്കെ വേണ്ടത്. നമുക്ക് പടവലങ്ങയും പരിപ്പും കൊണ്ട് എളുപ്പം ഉണ്ടാക്കട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. എന്തായാലും നല്ല മണമൊക്കെ വേണ്ടത്. എന്തായാലും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണക്കാലത്തൊക്കെ ഉണ്ടാക്കി പറ്റുന്ന നല്ലൊരു കറിയാണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക പടവലങ്ങയും പരിപ്പും കൊണ്ട്. ഇനിയും ശ്രീരാഗം രുചിക്കൂട്ട്
യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.